ഇന്നിപ്പോ ഒരു നിർണായകമായ ഒരു വിധി വന്ന ദിവസം, നടൻ ദിലീപ് പ്രതിയാകാതെ കുറ്റവിമുക്തനാകുന്ന ദിവസം, സർ, ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വൻ ഗൂഢാലോചന ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തീർത്തും വ്യക്തമാണ്. ദിലീപ് ഇനി ഇൻഡസ്ട്രിയിൽ കൂടുതൽ ശക്തനാകാൻ പോവുകയാണോ? സാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഈ വിധിയെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അയ്യപ്പദാസേ, എനിക്ക് യാതൊരു ഞെട്ടലുണ്ടായിട്ടില്ല. കാരണം ഇപ്പോ വിധി പ്രസ്താവിച്ച ജഡ്ജിയെ കുറിച്ച് മുമ്പേ തന്നെ, ഇപ്പോഴല്ല, ഈ കേസിന്റെ മുമ്പേ തന്നെ എഴുതിയും ചാനലിലും പറഞ്ഞ ഒരാൾ തന്നെയാണ് ഞാൻ. ഇവരിൽ നിന്ന് നീതിപൂർവമായി ഒന്നും ഉണ്ടാവില്ല എന്ന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ അതിജീവിതയും പറഞ്ഞിട്ടുണ്ടല്ലോ ഇവരെ മാറ്റണമെന്ന്, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവർ തന്നെയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മുൻ തിരക്കഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എന്തെല്ലാം തെളിവുകൾ ഉണ്ടായാലും കിട്ടിയാലും ഈ എന്റെ മുന്നിൽ വരുന്ന കേസിന്റെ വിധി ഇങ്ങനെയേ ഉണ്ടാവോ എന്നുള്ളതാണ്, അല്ലേ? നമ്മൾ ആലോചിക്കുന്ന വേറൊന്നല്ല, ജഡ്ജിയുടെ മുമ്പിൽ വന്ന ഒരുപക്ഷെ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, അവരുടെ മുമ്പിൽ തെളിവുകളില്ല എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നു. പക്ഷേ ഈ 6 പേരെ ശിക്ഷിച്ചപ്പോൾ 6 പേര് എന്തിന് ഒരു ബലാത്കാരം മാത്രം എന്തിനാ അവരങ്ങനെ ചെയ്തിരിക്കുന്നത്? അതിനൊരു കൊട്ടേഷനില്ലേ? ഇപ്പൊ കൊട്ടേഷൻ നിലവിലില്ലല്ലോ. ഇപ്പൊ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയപ്പോ ഈ ലേഡിക്ക് നേരെ നടന്ന അതിയുതിക്ക് നേരെ നടന്നത് കൊട്ടേഷൻ ഉണ്ടായിട്ടില്ല. അതൊരു വേറെ രീതിയിലാക്കി മാറ്റിയിരിക്കുന്നുള്ളതാണ്. ഇത്രയും വർഷമായി. കാരണം ഇതൊക്കെ നമ്മള് മനുഷ്യരായവർക്ക് തലയിൽ മുണ്ടിട്ട് നടന്നുകൊണ്ട് നമ്മളുടെ നീതിപീഠത്തിലെ ചിലർ ചെയ്യുന്ന ഇത്തരം ദ്രോഹത്തിനൊരു ക്ഷമ ചോദിക്കേണ്ട ഒരു അവസരം വന്നിരിക്കുക. എത്രയോ നല്ല ന്യായാധിപന്മാരിവിടെ ഉണ്ട്. ഇവിടെ നീതിയിൽ ഭയങ്കര വിശ്വാസമുള്ളവരാണ്. ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരെ തന്നെ ഇവിടെ സ്ഥാനത്തിരുത്തി? അപ്പൊ അതിന് കാരണമുണ്ട്. ഒന്ന് നമ്മെ ഭരിക്കുന്നെന്താ? ഒന്ന് പണം, പണം. പണത്തിനോടൊപ്പം ജാതിയുണ്ട്. ജാതി, ഇത് രണ്ടും കൂടി ചേരുമ്പോൾ രാഷ്ട്രീയം. രാഷ്ട്രീയത്തിൽ തന്നെ വ്യത്യസ്ത തലങ്ങളുണ്ട്. ഒരേ രാഷ്ട്രീയ പാർട്ടികളിൽ 2 നയം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്, ഇല്ലേ? അപ്പൊ അധികാരത്തിന്റെ എല്ലാവിധവും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇങ്ങനെയെല്ലാം വന്നപ്പോ സംഭവിച്ചെന്താ? ഈ നീതിപതിയെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? ഒന്നാമത് അവര് പലരും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം അവരുടെ ഹസ്ബൻഡ് എക്സൈസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് എന്തൊക്കെ പ്രോബ്ലം ആയിട്ട് സംരക്ഷിക്കാൻ കാരണക്കാരൻ ദിലീപിന്റെ ഭാഗത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. മാത്രമല്ല CPM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഇവരുടെ ഫാദർ വർഗീസ്. ഇത്രയും മാത്രമല്ല, ഇവരെ ദിലീപിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേസിന്റെ മുമ്പേ നിന്നിരുന്ന ഒരാള് എറണാകുളത്തെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു. ഇതൊക്കെ മുമ്പേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ച്, ഞാനെന്ന മാധ്യമ പ്രവർത്തനെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടിനുണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല. ഇങ്ങനെ തന്നെയാണ് പലരും ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ഒരു അത്ഭുതമൊന്നുമില്ല. അപ്പൊ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മുമ്പ് എന്തെല്ലാം പറഞ്ഞു. പക്ഷെ ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനും എൻ്റെ കുടുംബവും അടക്കമുള്ളവർ. അങ്ങനെ എത്രയോ പേര് ഇന്നലെ തന്നെ പറഞ്ഞപ്പോൾ പല മാന്യമായ സ്ത്രീകളും തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമാ രംഗത്തെ പലരും പറഞ്ഞിട്ടുണ്ട്. അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകൾ, ഭീഷണികൾ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പണത്തിന് മീതെ വേറൊന്നും. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ, നിങ്ങൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾക്ക് സുഹൃത്തുക്കളായ രാഷ്ട്രീയ ഭരണത്തെ സ്വാധീനിക്കുന്ന ആൾക്കാരുണ്ടോ, നിങ്ങൾക്ക് എന്തും ചെയ്യാം. അപ്പൊ എനിക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാനുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇത് ഇത്രയും എത്തിച്ചത് ഇത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് ഒരു നിലപാട് എടുത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയും. കാരണം അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ദിവസം മാറ്റാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ വേറെയും സ്വാധീനിക്കാൻ വേറെ ആൾക്കാരുണ്ട്. അതെല്ലാം അറിയണമെന്നില്ല. അപ്പൊ ഒരു കളി, ഒരു ഭാഗത്ത് തല്ലുമ്പോൾ മറുഭാഗത്ത് തലോടല്. അപ്പൊ തല്ലും തലോടലും ഏൽക്കുന്നു. പിന്നെ അതിനോടൊപ്പം കിട്ടാവുന്ന ഭൗതിക സുഖങ്ങള്, സാഹചര്യങ്ങള്, ഇതെല്ലാം ഇല്ലേ? മുമ്പേ തുടക്കത്തിൽ തന്നെ പിന്നെന്താ ഏറ്റവും ഞാൻ ഞെട്ടിച്ചു കളഞ്ഞത്, ഇതുവരെ നമ്മളൊക്കെ ധരിച്ചിരുന്നത് എന്താ? ദിലീപ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാം, ദിലീപ് വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം എന്നുള്ള ആളുകൾ ഞങ്ങൾ ഒന്നുമില്ല. പക്ഷെ ഇന്ന് കേസ് ഇത് വിട്ടപ്പോൾ തന്നെ പറഞ്ഞത് ആദ്യം മഞ്ജു വാര്യനെ ആക്രമിച്ചത്. അതല്ലിക്കണം. ഇതുവരെ മഞ്ജു വാര്യരെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു കാര്യവും ദിലീപ് പറഞ്ഞിരുന്നില്ല. അപ്പോ ഇത് പെട്ടെന്നല്ല. അപ്പൊ ഇത് മുൻകൂർ തീരുമാനിച്ചു കഴിഞ്ഞ് തിരക്കഥ. ഇപ്പൊ കോടതിയിൽ വരുന്നതിന് മുമ്പ് വക്കീൽ ഓഫീസിലേക്ക് പോകുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമായി കഴിഞ്ഞിരുന്നു. ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്. എല്ലാം മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങളാണത്. അപ്പൊ ഇതിങ്ങനെ കൊട്ടിഘോഷിക്കാനായിട്ടില്ല. ഇവിടെ ഇത് അവസാനത്തെ കോടതിയല്ല. കോടതികൾ ഇനിയുമുണ്ട്. ഇനി ഹൈക്കോടതിയിൽ തന്നെ ദിലീപിനടക്കമുള്ള ഇതുപോലെയുള്ള വിധി വരികയാണെങ്കിൽ സുപ്രീം കോടതി ഉണ്ട് അവിടെ. അപ്പൊ കോടതികൾ ഉണ്ടെന്ന് ആലോചിക്കണം. ഇത്രമാത്രം തെളിവ് വേറെ ഒന്നും വേണ്ട. ബാലചന്ദ്രകുമാർ എന്നുള്ള സംവിധായകൻ എനിക്കറിയാം, പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരാളാണ്. അസുഖം വെച്ചിട്ട് ഇത്രയും ഡിജിറ്റൽ തെളിവുകളടക്കം കൊടുത്തിട്ട് അതൊന്നും തുറന്നു നോക്കാൻ പോയിട്ടില്ല. ഏത് ഈ കേസിന്റെ ചരിത്രത്തിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചാലല്ലോ കോടതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത് മോഷണം പോയി കണ്ടു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? എന്നെ സംബന്ധിച്ച് പുതിയതൊന്നും പറയാനില്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയാം. ഞാൻ പറയാനും എഴുതാനുള്ള കാര്യങ്ങള് ഇവരോടൊപ്പം വ്യക്തമായ കാര്യങ്ങൾ അത് തന്നെയാണ് ഇപ്പോഴും പലരും വന്നിരിക്കുന്നുണ്ട്. പറഞ്ഞും എഴുതിയും കഴിഞ്ഞിരിക്കുന്നു. അതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലല്ല.
എന്നെ അന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴും പോലീസ് ക്ലബിലേക്ക് വിളിച്ചപ്പോഴും അന്നും ഞാൻ ചോദിച്ചത് ചോദ്യം ഇപ്പോഴാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൽ ദിലീപ് മാത്രമല്ലല്ലോ എന്നുള്ളത്. അപ്പൊ ഞാൻ അന്നേ തന്നെ ചോദിച്ചു, ദിലീപ് മാത്രമല്ല, ദിലീപിന്റെ കൂടെ പ്രധാനപ്പെട്ട ഒരാൾ കൂടി ഉണ്ട്, ഒരു സ്ത്രീ ഉണ്ട് എന്നൊന്നും പറഞ്ഞിരുന്നു. പിന്നെ ഇതൊക്കെ കേസ് തന്നെ പോയി കഴിഞ്ഞു, ഇത് തുടങ്ങിയിരിക്കുന്നു. നമുക്കിപ്പോ വേറെ കാര്യം പറയാനില്ല. എന്നാലും ഒരു വിഷമം വന്നു വെച്ചാല്, ഒരു തെറ്റ് ഞാൻ തെറ്റ് ചെയ്താൽ ഞാൻ രക്ഷപ്പെടാൻ നോക്കും, സ്വാഭാവികമാണ്. പക്ഷെ ഒരു നീതിപതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നീതി കിട്ടിയോ എന്ന് ആലോചിക്കണം. ഈ വിധി കൊണ്ട് എന്താ? ഈ വിധി കൊണ്ട് തൽക്കാലം ദിലീപിന് രക്ഷപ്പെടാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കേരളത്തിലെ അല്ലെങ്കിൽ ജനങ്ങള് ഒരു കാര്യം ചോദിക്കുന്നു, നമ്മൾ എങ്ങനെയാണ് ഈ കോടതിയെ വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടത്? പണവും അധികാരവും ഉള്ളവർക്ക് വേണ്ടി മാത്രമാണോ കോടതി എന്ന് ചോദിക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാർ എന്ത് ചെയ്യും? ഇവിടെയും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന 6 പേരെടുത്ത് നോക്കുക. ഈ 6 പേരെ മാത്രമേ ഓർത്തിട്ടുള്ളവരെ ഇല്ലേ? അപ്പൊ ചുരുങ്ങിയത് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണത്? നമുക്കൊന്നും പറയാൻ വയ്യാത്തൊരവസ്ഥയായി. അവസ്ഥ പേടി കൊണ്ടല്ല, പേടിയൊക്കെ നമുക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഇതാണല്ലോ നമ്മൾ ആരുടെ പേരിലാണ് നമ്മളിങ്ങനെ പോവുക, നമുക്ക് എവിടെയാണ് നീതി കിട്ടുക എന്നുള്ളൊരു ചോദ്യം ജനം ഇന്ന് പ്രത്യേകിച്ച് പലരും ചോദിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അല്ല ചേട്ടാ, ഇതിലൊരു സംശയം, ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് തുടക്കം മുതൽ പോലീസുകാരും മറ്റുള്ളവരും ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ പൾസർ സുനി എന്ന് പറയുന്ന കൊടും ക്രിമിനൽ കാറിനകത്ത് വെച്ച് ഈ അതിജീവിതയോട് പറഞ്ഞത് ഒരു നടി തന്ന കൊട്ടേഷനാണ് എന്നാണ്. അപ്പൊ ആ നടി തന്ന കൊട്ടേഷൻ ആണെങ്കിൽ ആ നടിക്ക് വേണ്ടി ഇദ്ദേഹം സ്വയം അത് ഏറ്റെടുത്തതായിക്കൂടാ എന്നുണ്ടോ? നടി തന്ന കൊട്ടേഷനാന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെയാണ് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ. അല്ല, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ കേട്ടിട്ടില്ല, നടിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പൾസർ സുനി പറഞ്ഞ ഈ നടി ഈ മുഖംമൂടി പിടിച്ചു വലിച്ചപ്പോൾ ഒരു കൊട്ടേഷനാണ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. കൊട്ടേഷൻ ആണെങ്കിൽ എത്ര രൂപയാണ്, അതിനേക്കാൾ കൂടുതൽ രൂപ ഞാൻ തരാം, എന്നെ വെറുതെ വിട് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് പറഞ്ഞാൽ അല്ല, അങ്ങനെ വിടാൻ പറ്റില്ല, എന്റെ പുറകെ ടീമുണ്ട്, ഞാനത് ചെയ്തില്ലെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലാവും എന്നൊക്കെയാണ് പറഞ്ഞ് അന്ന് കേട്ടിരുന്നു. നമ്മൾ കൂടെ ഇല്ലല്ലോ, നമുക്കറിയാം. പക്ഷെ അതോടൊപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അന്ന് അറിഞ്ഞെനിക്ക് രണ്ട് പേര് ഇതിനുവേണ്ടി ശ്രമിച്ചിരുന്നു. അതൊരു ലേഡിയുമാണ്, ഒരു പുരുഷനുമാണ്. ഈ 2 പേരും ചെന്ന് ഒരേ കൊട്ടേഷനിലാണെന്നാണ് അങ്ങനെയാണ് നമ്മൾ അന്ന് എഴുതും പറയുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോ ദിലീപ് ഒരു ഏറ്റെടുത്തതാണോ എന്ന് വെച്ചാൽ അങ്ങനെ ആവാനും വഴിയുണ്ട്. കാരണം നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ നമുക്കത് വളരെ വ്യക്തമായിട്ട് പറയാനും പറ്റില്ല. പക്ഷെ ഇത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഏറ്റെടുക്കുന്ന കേസ് വെറുതെ തല്ലി പോകും വെച്ചിട്ടാണോ? നമ്മൾ ഒറ്റ കാര്യം മാത്രമേ, ഈ 5-8 വർഷത്തിനിടയിൽ എത്ര കോടി രൂപയാണ് ഈ കേസിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് അല്ലേ? നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും ഇങ്ങനെ പോകേണ്ട ആവശ്യം? ഈ വിധിയൊക്കെ നമുക്ക് അന്നും കിട്ടുമായിരുന്നില്ല. അപ്പൊ നീട്ടി കൊണ്ടുപോകുന്നു. പിന്നെ കേസ് മിടുക്കന്മാര്, വക്കീൽമാരും ഒരു കാശുള്ള മിടുക്കം വായിച്ചു. ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത് ഇയാൾ ദിലീപിന്റെ ഭാഗം തന്നെയാണെന്ന് ഇപ്പൊ പറയാം. പക്ഷെ പറയുമ്പോ ഇവിടെ നാളെ ഹൈക്കോടതി പോകുന്നൊക്കെ ഉറപ്പായി തീർന്നിരിക്കുന്നു. ഹൈക്കോടതിയിൽ പോകും, അവിടെ ഇതിനേക്കാൾ കുറച്ചും കൂടിയും വ്യത്യാസം ഉണ്ടാകും എന്നാണ് പോലും വിചാരിക്കുക. സുപ്രീം കോടതിയിലേക്ക് പോകും എന്ന് പറയുന്നത് നമുക്കെന്തറിയാം, നമ്മളെപ്പോഴും നമ്മൾ നീതിപീഠത്തിനെ ബഹുമാനിക്കുന്ന ഒരാളാണത്. അപ്പൊ നമുക്ക് കാരണം അവസാന വിധി അവരാണ് തീരുമാനിക്കുമ്പോൾ ആ വിധി എടുക്കുമ്പോൾ ഒരു ന്യായം എന്നുള്ള സംഭവമുണ്ട്. ആ സത്യത്തെ കുഴിച്ചു മൂടാൻ പാടില്ല എന്ന് വേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കൊക്കെ ഒരു വിഷമം വരുന്നത്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു പോകുന്നത് അങ്ങനെയാണ്. ഇപ്പൊ എന്താണത് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിധി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജനം മാറിയില്ല. ഇപ്പോ ഇന്നലെ വരെ ദിലീപിന്റെ കൂടെ നിന്നിരുന്നവർ പോലും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ജഡ്ജിയെ കുറിച്ചുണ്ടായിരുന്ന അതേ അഭിപ്രായം കൂടി വന്നിരിക്കുന്നു. മുൻവിധി, ഞാൻ തന്നെ പറഞ്ഞില്ലേ, മുൻവിധി ഇവരാണെന്ന് അറിയുമ്പോൾ തന്നെ ഈ കേസിന്റെ വിധി മറിച്ചു വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു വളരെ വ്യക്തമായിട്ട് തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ജനം തീരുമാനിക്കട്ടെ. പക്ഷെ വേറൊരു കാര്യം ആലോചിച്ച് ദിലീപിന്റെ മറ്റൊരു ഉദയം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണോ? അത് പറയാൻ പറ്റില്ല. എന്തറിയാ, ദിലീപിന്റെ അഭിനയം ഇത് രണ്ടായിട്ടിനെ കാണുള്ളൂ. സിനിമ ഒരാളുടെ തനിച്ചുള്ളതല്ല, സിനിമ ഒരു ടീമിന്റെ ആൾക്കാർ തന്നെയാണത്. അപ്പോ ആ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ നല്ല സിനിമയാണെങ്കിൽ നല്ല ജനം കാണും. ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ നോക്കുക. ഈ കേസ് തുടങ്ങിയതിന് ശേഷം രാമലീലയാണ് ആദ്യം റിലീസ് ചെയ്തത്. ആ സിനിമ നന്നായിട്ട് പോയി. പിന്നെ വന്നിരിക്കുന്ന കുറെ സിനിമകളെല്ലാം പരാജയപ്പെട്ടു. ഈ അടുത്ത കാലത്ത് ലാസ്റ്റ് ഇറങ്ങിയ ഒരു സിനിമ അത് അപ്പൊ നല്ല സിനിമയാണെങ്കിൽ ജനം കാണും. അപ്പൊ അല്ലാണ്ട് ഈ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഇയാളെ നല്ല സിനിമകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും തകർന്നു പോകില്ല. അത് രണ്ടായിട്ട് തന്നെ കാണണം. അയാളെ കാശുണ്ട്, അയാളെ ടീമുണ്ട്, ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ശക്തനാണ് ദിലീപ് എന്നാല് അതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ നമ്മുടെ ഒരാളുടെ വിധി നാളെ എങ്ങനെയാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വെച്ചാൽ ഇത്തരം സംഭവം നടന്നു, അപ്പൊ അത് ജഡ്ജിമെന്റ് ഭാഗത്തുണ്ടായ സംഭവങ്ങൾ അത് ശരിയായിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നു. ആ തോന്നൽ നമ്മൾ പറയുമ്പോൾ തന്നെ പറയുന്നത് കുറ്റം ചെയ്തിട്ടില്ല, സാങ്കേതികമായിട്ട് പറയാൻ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ജഡ്ജി പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ മുന്നിൽ മേശപ്പുറത്ത് വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ പറയുന്നത്. പക്ഷെ ആ തെളിവുകൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്നാ പറയുന്നത്. ഗൂഢാലോചന തെളിയിക്കപ്പെട്ടിട്ടില്ല. അത് പറഞ്ഞത് അവരാണ് പറയുന്നത് അല്ലേ. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ മുമ്പ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടത്.
ഇതിങ്ങനെ മതി എന്ന് അല്ല ചേട്ടാ, തീരുമാനിച്ചു ഇത് കഴിഞ്ഞിട്ടുണ്ട്. കോടതി വിധിയെ ജഡ്ജിയൊക്കെ നമുക്ക് വിമർശിക്കുമ്പോ അത് എത്ര കണ്ട് ശരിയാകുമോ? നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്താ പറയാ, വിമർശിക്കാൻ പാടില്ല എന്നുള്ളത് ശരി തന്നെയാണത്. പക്ഷേ ഇവിടെ നമ്മൾ നീതി ലഭിക്കില്ല എന്ന് ബോധ്യം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ? ഇല്ലേ? മാറ്റം പറഞ്ഞാൽ ഇവിടെ വളരെ ഇവിടെ നമ്മൾ ആലോചിക്കുക, ഇവിടുത്തെ പ്രധാനപ്പെട്ട എത്ര പേര് നമ്മൾ കുറ്റം പറയാം, എത്ര പേര് നമ്മൾ ഇന്ന കേസ് വിധി വരും എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എത്ര പേർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട് പല കേസുകളിലും. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്ന വെച്ചാല് മാറ്റം ഉണ്ടായിരിക്കും, സ്വാധീനം ഉണ്ടായിരിക്കും, ഇല്ലായിരിക്കില്ല. സ്വാധീനമില്ലാതെ നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ചേട്ടാ, എന്റെ ഒരു സംശയം, ഇനിയിപ്പോ അദ്ദേഹം മാക്ട എന്ന സംഘടന അദ്ദേഹം തുടങ്ങിയതാണ്. മാക്ട അദ്ദേഹത്തിന് ആദ്യത അംഗത്വം കൊടുക്കാൻ പോകുന്നു. ഉണ്ണികൃഷ്ണൻ സംവിധായകൻ പറഞ്ഞിരിക്കുന്നു. ഇനി തുടർന്നും അങ്ങോട്ട് മറ്റ് സംഘടനകൾ അമ്മയിലും അദ്ദേഹം സജീവമാകും. ഇനി ഈ ആരോപണം ഇദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ പറഞ്ഞ മറ്റ് ആൾക്കാരൊക്കെ ഇനി സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ ഇൻഡസ്ട്രിയിൽ? ഇതുവരെ ദിലീപിന് അങ്ങനെ ഒരു കുഴപ്പം വന്നിട്ടില്ല. എന്താ പറയാ, സംഘടനയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും ദിലീപിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല എന്നാണ് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഉള്ള കാര്യം പറയാലോ, ഈ സംഘടന ഉണ്ടാവിരിക്കെ ദിലീപിന്റെ കൂടെയുള്ള ആൾക്കാർ എപ്പോഴും ദിലീപിന്റെ കൂടെ തന്നെ ഉണ്ട്. അവരുടെ കാരണം ദിലീപ് അത് ശക്തനാണെന്ന് ആലോചിക്കണം. ദിലീപിനെതിരെ പലരും വരാൻ നിൽക്കാത്ത എന്താ? പല വമ്പന്മാരും ദിലീപിന് എതിരെ നിൽക്കാൻ മടി കാണിക്കുന്നു വെച്ചാൽ അതിന്റെ ചില തുറുപ്പ് ചീട്ടുകളൊക്കെ ദിലീപിന്റെ കയ്യിലുണ്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലേ? ഇപ്പൊ ഞാൻ ഈ കേസ് പറയുമ്പോൾ തന്നെ വേറെ ഒരു കേസ് നമ്മൾ ആലോചിക്കണം. ഇത്രയായി നമ്മൾ ഇതിനെ തുടർന്നുണ്ടാകുന്ന സിനിമ സംരക്ഷിക്കാൻ, സിനിമാ രംഗം ക്ലീനാക്കാൻ വേണ്ടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയില്ലേ? പോക്സോ കേസ് പ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കേണ്ട പല വമ്പന്മാരും രക്ഷപ്പെട്ടിരുന്നില്ലേ? അവരെ ഭാഗം വന്നപ്പോ കേസില്ലല്ലോ. അതൊക്കെ ഇത്രയും കോഴിച്ചെലി. അപ്പൊ അവിടെയാണ് നടക്കുന്നത് എന്താ? ഇവിടെ പണമുണ്ട്, സ്വാധീനമുണ്ട്, രാഷ്ട്രീയ ശക്തിയുണ്ട്, അധികാര ശക്തിയുണ്ട്. എന്തുമുണ്ടെങ്കിലും എന്തും ചെയ്യാം. അവർക്ക് ഒരു കുഴപ്പവും വരില്ല എന്നുള്ളതാണ്. ഇവിടെ എല്ലാവർക്കും ഓരോ ക്രൈം ഉണ്ടാകുമ്പോഴും. എന്റെ ഒരു സംശയം, ചേട്ടൻ ദിലീപ് എന്ന് പറയുന്ന നടന്റെ തുടക്കം മുതൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ വളർച്ചയൊക്കെ അടുത്ത് നിന്ന് കണ്ട ഒരു മാധ്യമപ്രവർത്തകനാണ്. ദിലീപ് എന്ന വ്യക്തി ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, അല്ലെങ്കിൽ ഇൻവോൾവ് ആണ്, കുറ്റക്കാരനാണ് എന്ന് താങ്കൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയത് പല പ്രാവശ്യം നമ്മളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ഒരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി നടക്കും. അപ്പൊ ദിലീപിന്റെ ഒരു നേച്ചർ ഞാൻ കണ്ടിരിക്കുന്നത്, ദിലീപ് ജോലി ചെയ്താൽ കാശ് കൃത്യമായിട്ട് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന്. രണ്ടാമത്, ഞാൻ ഈ കേസിനെ കുറിച്ച് എഴുതിയ സമയം മുതൽ ദിലീപ് എന്നെ വെറുതെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതെങ്ങനെയെന്ന് വെച്ചാൽ, അത് അന്ന് മനോരമ ഓൺലൈനാണ് ഫസ്റ്റ്. അത് പ്ലാൻ ചെയ്തിട്ടാണത്. അത് പ്ലാൻ ചെയ്തിട്ടാണ് ഒരു വലിയൊരു ഇന്റർവ്യൂ ആണത്. ആ ഇന്റർവ്യൂവിൽ എന്നെ കുറിച്ച്, മഞ്ജു വാര്യരെ കുറിച്ച്, മറ്റേ അന്ന് മാതൃഭൂമിയിലത്തെ ലേഖനെ കുറിച്ച് ഇവരൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കുകയെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നിങ്ങളെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കും പറഞ്ഞിരിക്കുന്നത്? എനിക്ക് ദിലീപ് പണം തരാറുണ്ട്, എൻ്റെ മകന് സംവിധാനം പഠിക്കാനുള്ള അവസരം കൊടുത്തില്ല, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു എൻ്റെ ശത്രുക്കൾ പോലും ഞാൻ മദ്യപിക്കുമെന്നോ കാശ് മേടിക്കുന്നോ പറയില്ല. മാത്രമല്ല, ഞാനിവിടെ മാധ്യമപ്രവർത്തനമായിട്ട് രാജാവായി നടക്കുന്ന സമയത്ത് പോലും ഇയാൾ 6ാമത്തെ 7ാമത്തെ അസിസ്റ്റന്റ് സംവിധായകനാണ് ഇവിടെ കമലിന്റെ. എനിക്കിവിടെ എല്ലാ 4-5 ഭാഷകൾ സംവിധായകരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അങ്ങനെ വല്ല ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവരോട് പറഞ്ഞ പോലെ ആയിരുന്നില്ലേ? നമുക്കൊരു താല്പര്യവും അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ അയാളുടെ കാര്യങ്ങൾ ആ കാര്യങ്ങളായിട്ട് നടക്കുന്നു. പിന്നെ എനിക്ക് അയാൾ കഠിനാധ്വാനം ചെയ്തു വന്ന ചെറുപ്പക്കാരാണ്. ആ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആ ഇഷ്ടം സ്വത്ത് വാരിക്കൂട്ടി. ഇവര് ഉണ്ടാക്കിയ പണം എന്ന് പറഞ്ഞാല് സിനിമയിൽ അഭിനയിച്ച പണം അല്ലല്ലോ. ഏതെല്ലാം രീതിയിലാണ് ഈ ഇവർക്ക് പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? അവർക്ക് നല്ല ഗുണ്ടാ സെറ്റപ്പ് ഇപ്പോഴില്ലേ? എല്ലാവർക്കും ഗുണ്ടാ സെറ്റപ്പ് ഉണ്ട്. പണത്തിനുണ്ടാവുന്ന വരുമാനത്തിന് വേറെ ഉണ്ട്. ഇതൊരു മിക്കവർക്കുള്ളതാ. അത് ഒരു ദിലീപിനെ സംബന്ധിച്ചുള്ള അല്ല. ശക്തരായി വരുമ്പോ നമ്മൾ പോരെ നടന്മാരെടുക്കുക. ഞാനൊരു പാസ്പോർട്ട് സൈസ് പടം കൊടുത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന നടനുണ്ട്. ഇപ്പൊ അയാളുടെ കോടാനുകോടികൾ എത്രയാണത്? ഇപ്പൊ അവർ പരിചയപ്പെടാൻ താല്പര്യം ഉണ്ടാവില്ല. അത് വളർച്ചയുടെ ഘട്ടത്തിലാണത്. നമ്മൾ വേദനിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇത് ഉറപ്പാണ്, ഈ വിധി ഇന്നത്തെ വിധി നമ്മളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നു. മിക്കവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഈ ജഡ്ജിയുടെ പക്കലാണെങ്കിൽ ഇന്ന് നീതി കിട്ടില്ല, അത് മുമ്പേ പറഞ്ഞിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താ? ഇനി 12ാം തീയതി ഇതിന്റെ രേഖകൾ കറക്റ്റ് കിട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു കിട്ടും. അപ്പൊ ഒരു ഹൈക്കോടതി പോട്ടെ. ഹൈക്കോടതി കുറേം കൂടി ഫേവറായിട്ട് സുപ്രീം കോടതി അല്ല, ഹൈക്കോടതി പോയിട്ടായാലും മിക്ക സുപ്രീം കോടതി പോകുന്നു തോന്നുന്നുണ്ട്. ഹൈക്കോടതി അല്ലല്ലോ ഇപ്പോ. ഇനി മറ്റൊരു ഇതിലല്ലേ? അതെ. അപ്പൊ ഹൈക്കോടതി കഴിഞ്ഞിട്ട് ഹൈക്കോടതി വിധി ഇങ്ങനെ ഫേവർ അല്ലെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതി പോകാം. അത് വേറൊരു കാര്യം. നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു കേസില് രണ്ടും തുല്യ ശക്തികളായതുകൊണ്ടാണ്. പണം കൊണ്ടായാലും ആളുകൊണ്ടായാലും എന്ത് ബലം കൊണ്ടായാലും. ഇപ്പൊ ഈ നടി അതിജീവിതയുടെ പുറയില് ശക്തരായ ആൾക്കാരുണ്ട്. സുപ്രീം കോടതിയിലേക്ക് ഒരു പ്രാവശ്യം പോയി വേണമെങ്കിൽ എത്ര ലക്ഷം വേണം? നമുക്ക് സാധാരണക്കാർക്ക് പറ്റുമോ? അപ്പൊ കണ്ടമാനം കാശും ചെലവഴിക്കാൻ ആളും കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ദിലീപിന്റെ പേരേ വരുമായിരുന്നില്ലല്ലോ.
ഈ കേസിൽ ദിലീപ് ഉണ്ട് എന്ന് പറയാൻ പോലും പറ്റുമായിരുന്നില്ല. അതിനെനിക്ക് ഇന്നും ബഹുമാനത്തോടെ ഞാൻ കാണുന്നത് PT തോമസ് എന്നുള്ള MLA ആണ്, മരിച്ചുപോയി. ആ വീരനായ MLA ഇല്ലായിരുന്നെങ്കിൽ ഈ ഇങ്ങനൊരു കേസ് പുറം ലോകം അറിയുമായിരുന്നില്ല എന്നാലോചിക്കണം. അദ്ദേഹത്തിനും ഭീഷണി ഉണ്ടായില്ലേ? അദ്ദേഹത്തിന്റെ പുതിയ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം പോകുമ്പോൾ 4 ഇതും സ്ക്രൂ ചളകി അയാൾക്ക് ഓദിക്കാൻ ശ്രമിച്ചിട്ടില്ലേ? ഇവിടെ എന്തെല്ലാം നടന്നിട്ടുണ്ട്? ഇത് ഞാൻ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ വൈഫ് ഉമ്മ MLA ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞല്ല. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ട്. ജയിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ക്രൈം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങനെ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്രൈം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് പണം കൊടുക്കാൻ പണം വേണം, സ്വാധീനം വേണം, അത് സ്വീകരിക്കാൻ ആളുണ്ട്. എനിക്ക് പറ്റുന്നില്ലല്ലോ, എനിക്ക് കുഴപ്പം വരുന്നില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. പക്ഷെ നാളെ എനിക്കും കുഴപ്പം വരുമ്പോഴാണ് നമ്മൾ ചിന്തിച്ചു പോവുക.